ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബി ക്വിക്ക് റെസിപ്പീസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റാഗിപ്പൊടി കൊണ്ട് ആവിയിൽ വേവിച്ച് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഈ ഒരു ഗ്ലാസ്സിന് 3/4 ഗ്ലാസ് റാഗിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് വറുത്ത റാഗിപ്പൊടിയാണ് കേട്ടോ. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങയും 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ചേർത്ത് വെള്ളമൊന്നും ഒഴിക്കാതെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ നല്ല പോലെ തന്നെ നല്ല സ്മൂത്തായിട്ട് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലാണ് കേട്ടോ വരുന്നത്. ജീരകത്തിൻ്റെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇതിനി നമുക്ക് മാറ്റി വയ്ക്കാം. ഈ റാഗിപ്പൊടി ഇനി നമുക്ക് തിളച്ച വെള്ളത്തിലൊന്ന് കുഴച്ചെടുക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്ന റാഗിപ്പൊടിയുടെ 1/4 ഇരട്ടി വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 നുള്ള് ഉപ്പും 1/2 ടീസ്പൂണോളം നെയ്യും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിച്ചെടുക്കണം. നമ്മൾ എത്ര റാഗിപ്പൊടിയാണോ എടുക്കുന്നത് അതിൻ്റെ 1/4 ഇരട്ടി വെള്ളം എടുത്താൽ മതി. വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന റാഗിപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പൊടി ചേർത്തതിന് ശേഷം ഫ്ലെയിം നല്ലപോലെ കുറച്ച് വയ്ക്കാം. അതിന് ശേഷം ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് അടച്ച് വെച്ച് ചൂടാറാനായിട്ട് ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് കടലയാണ്. ഇത് ഇന്നലെ രാത്രി 2 പിടി കടല ഞാൻ വെള്ളത്തിലിട്ട് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് രാവിലെ ആകുമ്പോഴേക്കും നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് ഒരു കുക്കർ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തത് 1 ടീസ്പൂണോളം ഉണ്ട്. അതൊന്ന് ചേർത്ത് ഒരു 5 സെക്കൻഡ് നമുക്ക് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് കീറിയതും 1 മീഡിയം സൈസ് സവോള സ്ലൈസ് ചെയ്തെടുത്തതും കൂടി ചേർത്ത് ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ വഴറ്റിയെടുക്കാം. ഒരു 30 സെക്കൻഡോളം വഴറ്റിയെടുത്താൽ മതി. സവോള ആവശ്യത്തിന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി അരിഞ്ഞെടുത്തത് ചേർത്ത് വഴറ്റിയെടുക്കാം. ഇതും ഒരു 10-15 സെക്കൻഡ് ഒന്ന് വഴറ്റിയാൽ മതി. തക്കാളി ഒരു 15 സെക്കൻഡ് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർക്കുകയാണ്. ഇത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് മല്ലിപ്പൊടിയാണ്. ഇതും 3/4 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെജിറ്റബിൾ മസാലപ്പൊടി കൂടി ചേർക്കുകയാണ്. വെജിറ്റബിൾ മസാലയോ ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ ഏത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഇതെല്ലാം ലോ ഫ്ലെയിമിലിട്ട് ഒരു 5 സെക്കൻഡ് നമുക്ക് വഴറ്റിയെടുക്കാം. പൊടികളുടെയൊക്കെ പച്ചമണം മാറി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കടല വേവാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കണം. 2 ഗ്ലാസോളം വെള്ളം ഞാനിതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന കടല കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഈ സമയത്ത് തന്നെ ചേർത്ത് മിക്സ് ചെയ്ത് കുക്കർ അടച്ചു വെച്ച് ഒരു 3 വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് ആദ്യത്തെ വിസിൽ വന്നതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിലേക്ക് ആക്കി മാറ്റി വെച്ച് 2 വിസിലും കൂടി വരുത്തിയെടുത്താൽ മതി. അപ്പോഴേക്കും നമ്മൾ നേരത്തെ തിളച്ച വെള്ളത്തിൽ കുഴച്ച് മാറ്റി വെച്ചിരിക്കുന്ന റാഗിപ്പൊടി ഉണ്ടല്ലോ, അതൊന്ന് ചൂടാറിയിട്ടുണ്ട്. കൈകൊണ്ട് കുഴയ്ക്കാവുന്ന പരുവായിട്ടുണ്ട്. വല്ലാതെ അങ്ങ് തണുത്ത് പോകേണ്ട ആവശ്യമില്ല. ഒരു ഇളം ചൂടോട് കൂടി നമുക്കിത് കൈകൊണ്ട് തന്നെ കുഴച്ചെടുത്ത് നല്ല സോഫ്റ്റ് മാവാക്കിയെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി ഇതിൽ നിന്ന് കുറേശ്ശെ മാവ് എടുത്തതിന് ശേഷം നമ്മൾ കുഞ്ഞി പത്തിരിക്കൊക്കെ ചെയ്തെടുക്കുന്നത് പോലെ ആദ്യം കൈവെള്ളയിൽ വെച്ച് ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. കണ്ടില്ലേ, അരിപ്പൊടി കൊണ്ടൊക്കെ നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ടുണ്ടാകും. റാഗിപ്പൊടി കൊണ്ട് ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇനി നമ്മളിത് ആവി കയറ്റിയെടുക്കാനുള്ള പാത്രത്തിൽ കുറച്ച് എണ്ണ തടവിയതിന് ശേഷം ഇതെല്ലാം അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഒന്നുകിൽ കുഞ്ഞു ബോൾ പോലെ ഉരുട്ടിയെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഏതാണോ സൗകര്യം അതുപോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ മുഴുവൻ മാവും ഞാനിതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 3 മിനിറ്റ് ആവി കയറ്റിയെടുക്കണം. ഇതൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്കിതിൽ ചേർക്കാനുള്ള ചിരകിയ തേങ്ങ ഒന്ന് ചതച്ചെടുക്കാം. അതിനായിട്ടൊരു 4 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 പച്ചമുളകും 4-5 ചെറിയ ഉള്ളിയും 2-3 ചെറിയ അല്ലി വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ചേർത്ത് ഈ തേങ്ങയ്ക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർക്കുകയാണ്. ഇതെല്ലാം കൂടി വെള്ളമൊന്നും ഒഴിക്കാതെ ഒന്ന് ചതച്ചെടുത്ത് വരാം. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ടത്. ഇതിനി നമുക്ക് മാറ്റി വയ്ക്കാം. ഈ അരപ്പ് ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോഴേക്കും നമ്മൾ വേവിക്കാനായിട്ട് വെച്ചിരുന്ന റാഗി കുഞ്ഞിപ്പത്തിരി ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. 3 മിനിറ്റാണ് ഞാൻ ആവി കയറ്റി എടുത്തത്. അപ്പോൾ ഇത് കണ്ടില്ലേ, എന്തൊരു സോഫ്റ്റാണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാകും. ഇനി ഇത് നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതേ അടുപ്പത്തേക്ക് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക്
നമ്മൾ വേവിച്ച് വെച്ചിരുന്ന കടല ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇത് തിളച്ച് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ചൂടാറാനായിട്ട് മാറ്റി വെച്ചിരുന്ന റാഗി കുഞ്ഞിപ്പത്തിരി ഇതിലേക്ക് ചേർക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു പരന്ന തവി കൊണ്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. മെല്ലെ ഈ കുഞ്ഞിപ്പത്തിരി പൊട്ടിപ്പോകാതെ മെല്ലെ വേണം ഇത് ഇളക്കിയെടുക്കാനായിട്ട്. പെട്ടെന്നൊന്നും പൊട്ടിപ്പോകുകയൊന്നുമില്ല, എന്നാലും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇനി നമ്മുടെ തേങ്ങയുടെ അരപ്പ് കൂടി ഇതിലേക്ക് ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ തേങ്ങയുടെ അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടണം. കുഞ്ഞിപ്പത്തിരിയിൽ ഈ മസാലയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടുകയും വേണം. ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഇതിലുള്ള വെള്ളമൊക്കെ വറ്റി ഇതൊന്ന് കുറുകി വരും. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാനായിട്ട് മറക്കണ്ട. അപ്പോൾ ഇതാ കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊന്ന് ചൂടാറി വരുമ്പോഴേക്കും ഒന്നുകൂടെ ഒന്ന് വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. ഞാനിതിലേക്ക് ഒരു വറവും കൂടി ചേർക്കുന്നുണ്ട്. അത് തീർത്തും ഓപ്ഷണലാണ്. കുറച്ച് വെളിച്ചെണ്ണയിൽ ഒന്ന് കടുക് പൊട്ടിച്ചതിന് ശേഷം വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് വറുത്തിട്ടിട്ടുണ്ട്. ഇതിന് മുകളിലേക്ക് കുറച്ച് മല്ലിയില കൂടി വിതറുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ടിഫിനിൽ കൊണ്ടുപോകാനും അതുപോലെ ഓഫീസിൽ കൊണ്ടുപോകാനും ഒക്കെ നല്ലൊരു ഐറ്റം തന്നെയാണിത്. നല്ല ടേസ്റ്റാണ്, അതുപോലെ തന്നെ ഹെൽത്തിയുമാണ്. ഡയബറ്റിക് ആയവർക്ക് അരിയും ഗോതമ്പും ഒക്കെ കഴിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് റാഗി കഴിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. റാഗിയിൽ ധാരാളം അയണും കാൽഷ്യവും ഫൈബറും പ്രോട്ടീനും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇത് ദിവസവും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് അസുഖങ്ങളൊന്നും ഇല്ലാതെ ആരോഗ്യത്തോടെ ഇരിക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടണേ. മറ്റൊരു ഹെൽത്തി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ ബൈ.